നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ സംസ്ഥാന സർക്കാർ ഒരു വലിയ പ്രഖ്യാപനത്തിനൊരുങ്ങുകയാണ്. കേരളം അതീവ ദരിദ്ര മുക്തമാകുന്നു എന്ന വലിയൊരു പ്രഖ്യാപനം. നമ്മൾ അതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അതിനിടെ ഈ കേരളത്തെ നമ്മുടെ സംസ്ഥാനം ഇങ്ങനെ അതീവ ദരിദ്രമുക്തമാകുന്നതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടി പലരും രംഗത്ത് വരുന്നൊരു ചർച്ച. ഒരു ഭാഗത്ത് ഈ അതിദരിദ്രമുക്തമാക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന പദ്ധതി, അതിന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ സഹായം എത്തിച്ചത്, ഇതിൻ്റെയൊക്കെ പിറകിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് സംശയങ്ങൾ ഉന്നയിക്കുന്നവർ മറ്റൊരു ഭാഗത്ത്. ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളും ഇൻസൈറ്റിലെ വിഷയം ചർച്ച ചെയ്യുകയാണ്. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. കേരളം അതിദരിദ്രമുക്തമാകുന്നു എന്നൊരു സന്തോഷത്തിലാണ് പൊതുവെ എല്ലാവരും. രാജ്യത്ത് ആദ്യമായി ഒരു സംസ്ഥാനത്തെ അതിദരിദ്രമുക്തമായി പ്രഖ്യാപിക്കുകയാണ്. അപ്പോഴാണ് ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ ഉടലെടുക്കുന്നത്. ഈ ചർച്ചകൾക്ക് പിറകിൽ സാധാരണ നമ്മൾ കാണുന്ന രാഷ്ട്രീയമാണോ, അതല്ല എന്തെങ്കിലും കാമ്പുണ്ടെന്ന് തോന്നുന്നുണ്ടോ? കാമ്പുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വളരെ ഡയറക്റ്റായിട്ട് നാളെ മുതൽ കേരളം അതിദരിദ്രരില്ലാത്ത അല്ലെങ്കിൽ അതീവ ദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യരില്ലാത്തൊരു സംസ്ഥാനമായി മാറിയോ, പൂർണ്ണാർത്ഥത്തിൽ 100% മാറിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ഉറപ്പായിട്ടും പറയേണ്ടി വരും. അത് പ്രഖ്യാപിക്കുന്ന ആളുകൾക്കും അതറിയാം, ഗവൺമെൻറ്റിനും അതറിയാം, ഈ വിമർശിക്കുന്ന ആളുകൾക്കും അതറിയാം. പിന്നെ എന്തുകൊണ്ടാണ് ഈ പ്രഖ്യാപനം എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ വിചാരിക്കുന്നത്. ഇതിങ്ങനെ ആലോചിക്കുമ്പോൾ 1991 ഏപ്രിൽ 18 കേരളം സമ്പൂർണ്ണ സാക്ഷരത പ്രഖ്യാപിക്കുന്നത്. അതായത് ഇന്ന് നമ്മളിപ്പോൾ ഇരിക്കുന്നതിന് ഒരു 30-34 കൊല്ലം മുമ്പ്. ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, സമ്പൂർണ്ണ സാക്ഷരതയാണോ കേരളത്തിൽ എന്ന് ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഒരു 100-1000 ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഇവർക്കൊന്നും എഴുതാനും വായിക്കാനും അറിയില്ല, അതുകൊണ്ട് കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ സ്ഥാപിക്കാം. ഒരു ബുദ്ധിമുട്ടില്ല, വളരെ എളുപ്പമാണത്. പിന്നെ എന്തിനാണ് നമ്മളന്ന് സമ്പൂർണ്ണ സാക്ഷരത പ്രഖ്യാപിച്ചത്? അതൊരു മൂവ്മെൻറ്റാണ്. അത് ഇങ്ങനൊരു എല്ലാവരും എഴുതാനും വായിക്കാനും അറിയുന്നവരായി മാറണം. ഇനിയുള്ള തലമുറയിൽ ഒരാളും എഴുതാനും വായിക്കാനും അറിയാത്തവരായി ഉണ്ടാകരുത്. ആ വിധത്തിൽ ഒരു സാമൂഹികമായ മാറ്റം, ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളൊരു പ്രവർത്തനം നടക്കുന്നത്. അതൊരു ഘട്ടം പിന്നിടുന്നു. 90% കഴിഞ്ഞു, 91% കഴിഞ്ഞ സമയത്ത് നമ്മൾ സമ്പൂർണ്ണ സാക്ഷരത പ്രഖ്യാപിക്കുന്നു. ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഇതും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 64,006 പേരെയാണ് സംസ്ഥാന സർക്കാർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങൾ വേണം. അത് എന്ത് മാനദണ്ഡം? ഇപ്പോൾ പഴയ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ്റെ ഒരു ഇൻ്റർവ്യൂ മനോരമ ചാനലെടുത്താണെന്ന് തോന്നുന്നു. അതിൽ അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇതിൻ്റെ മാനദണ്ഡം നിശ്ചയിക്കുന്നത് എങ്ങനെ എന്നുള്ളതൊരു വലിയ ഡിബേറ്റബിൾ പോയിൻ്റായിരുന്നു. എന്തടിസ്ഥാനത്തിൽ നമ്മളിങ്ങനെ തിരഞ്ഞെടുക്കും, അതിന് എന്തൊക്കെ മാനദണ്ഡങ്ങൾ വയ്ക്കും, ഇത് വലിയ ഡിബേറ്റബിൾ പോയിൻ്റായിരുന്നു. അവസാനം ഒരുപാട് നെഗോഷിയേഷൻസിന് ശേഷമാണ് അതിനൊരു മാനദണ്ഡം നിശ്ചയിച്ച് ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ തീരുമാനിച്ചത്. അക്കൂട്ടത്തിൽ അവർ പറയുന്നത്, ഇത് തീരുമാനിക്കുമ്പോൾ തന്നെ അറിയാം ഈ മാനദണ്ഡങ്ങൾക്ക് പുറത്തും ഇങ്ങനെ മനുഷ്യന്മാരുണ്ടാകും എന്നുള്ളത് അറിയാം എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് അതിനകത്ത് സത്യവും. ഒരു മാനദണ്ഡം നിശ്ചയിച്ച് മാത്രമേ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ആ മാനദണ്ഡത്തിനുള്ളിൽ നിൽക്കുന്നതിൽ ഭൂരിഭാഗം ആളുകളെയും അതിൽ നിന്ന് മോചിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പ്രഖ്യാപിക്കാം എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ എന്താ പറയുക, തീർത്തും ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമായ കാര്യമല്ല. ഇപ്പോൾ നമ്മൾ കേരളം മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യം ഏത് രാജ്യം എടുത്ത് നോക്കിയാലും അവിടെ ഉണ്ടാവും അതീവ ദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യരുണ്ടാവും, വീടില്ലാത്ത മനുഷ്യരുണ്ടാവും, അതുപോലെ ഈ മലിനജല നിർഗമന കുഴലുകളിൽ അധിവസിക്കുന്ന മനുഷ്യന്മാരുണ്ടാവും. ഇതെല്ലാം ഉണ്ടാവും, അത് നിവൃത്തിയൊന്നുമില്ല. എന്നിട്ട് നമ്മളിത് എന്ത് ചെയ്യുന്നു എന്ന് നോക്കുമ്പോൾ, ഒരു ഗവൺമെൻറ്റിന് ഇങ്ങനെയുള്ള മനുഷ്യന്മാരെക്കുറിച്ചൊരു കൺസേൺ ഉണ്ട് എന്ന് പറയുകയാണ് ആ ഗവൺമെൻറ് ചെയ്യുന്നത്. അത് ഈ ഗവൺമെൻറ് എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്നത് അവരത് ചെയ്തു എന്നുള്ളത് അവരുടെ ഒരു ക്രെഡിറ്റായിട്ട് അവർക്ക് അവകാശപ്പെടാം. പക്ഷേ ആ ഗവൺമെൻറ് അങ്ങനത്തെ ഒരു കൺസേൺ അവതരിപ്പിക്കുകയാണ്. ഇങ്ങനെ അതീവ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അവരെ നമ്മൾ സവിശേഷമായി അഡ്രസ്സ് ചെയ്യാൻ പോകുന്നു. അവരെ ആ ഒരു അവസ്ഥയിൽ നിന്നെങ്കിലും മോചിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. അതിൽ നമ്മൾ ഇത്രയും കൈവരിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളത് എന്താ പറയുക, നമ്മളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് എന്ന് സർക്കാർ പറയുക ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മൾ അങ്ങനെ ഉൾക്കൊള്ളണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ നമ്മളിങ്ങനെ കേട്ട വഴി ഇവിടെ 2 പേരുണ്ട് കേട്ടോ, ഇവിടെ 3 പേരുണ്ട് കേട്ടോ എന്ന് പറയുന്നത് ഒരുതരം അതൊരു നല്ല രീതിയാണ് എന്നെനിക്ക് തോന്നുന്നില്ല.
പിന്നുള്ളത് ഇതിനോട് സ്വാഭാവികമായി വരുന്ന രാഷ്ട്രീയ വിമർശനങ്ങളാണ്. ഇപ്പോൾ പ്രതിപക്ഷം വിമർശിക്കുന്നു. പ്രതിപക്ഷം പോലും ഈ വിമർശനം ഈ ഘട്ടത്തിൽ ഉന്നയിക്കരുത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രതിപക്ഷം അതിനെ ഏറ്റെടുക്കുകയും ഈ ലെവലിൽ നിന്ന്, അതായത് ഇപ്പോൾ അതീവ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായി ഇത്രയും മനുഷ്യർ, ഇനിയും ബാക്കിയുണ്ടെങ്കിൽ അവരെ കൂടെ നമുക്ക് മോചിപ്പിക്കണം. ഇനി ഈ അവസ്ഥയിൽ നിന്ന് അവരെ ദാരിദ്ര്യമുക്തരാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നമുക്ക് മുമ്പോട്ട് പോകാം. അതിലേക്കാണ് ഇനി ഞങ്ങൾ എന്ന് പറയുകയാണ് ചെയ്യേണ്ടത്. കുറച്ചുകൂടെ പോസിറ്റീവായി ചിന്തിക്കാനും ക്രിയേറ്റീവായി ചിന്തിക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യാവുന്നൊരു കാര്യം. അല്ലാതെ ഉടനെ ഇതാ 4-5 ഫാമിലിയെ കാണിച്ചിട്ട് ഇതൊക്കെ ഉള്ളതാണ് ഇവിടെ, ഒരു സംശയവും അക്കാര്യത്തിലില്ല. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പോസിറ്റീവായി നമുക്ക് ചിന്തിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ പലരും പറയുന്നൊരു കാര്യം, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, അതിനു മുമ്പായി പിണറായി വിജയൻ മുഖ്യമന്ത്രി വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുകയുണ്ടായി. പെൻഷൻ വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങളുടെ വലിയ ഓഫറുകൾ തന്നെ നൽകിയിട്ടുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് എന്നുള്ള രൂപത്തിലൊക്കെ ആരോപണങ്ങൾ വരുന്നുണ്ട്. ഈ അതിദാരിദ്ര്യ പദ്ധതി, നിർമ്മാർജ്ജന പദ്ധതി വരുന്നത് 2021 ഒരുപാട് സർവേകൾ നടന്നിട്ടുണ്ട്. അങ്ങനെയാണ് 64,006 കുടുംബങ്ങളെ കണ്ടെത്തുന്നത്. ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് ഈ മാനദണ്ഡങ്ങൾക്കനുസരിച്ച്. അപ്പോൾ ഈ ഒരു ഇലക്ഷൻ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പ്രഖ്യാപനം വരുന്നു എന്നുള്ളത് ശരിക്കും ഒരു ബാലിശമായ വാദമല്ലേ? അതിലും വലിയ കുഴപ്പമില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലക്ഷന് മുമ്പായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിന് അത് ചെയ്യാനുള്ള ഒരു അവസരം അവരായിട്ടുണ്ടാക്കിയെടുക്കുകയാണല്ലോ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നേരത്തെ സാലിം സൂചിപ്പിച്ച പോലെ തന്നെ ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ കഴിഞ്ഞ മാസമോ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള മാസമോ അല്ലെങ്കിൽ 4-5 മാസം മുമ്പോ അല്ലെങ്കിൽ 1 വർഷം മുമ്പോ അല്ലല്ലോ. ഇതൊരു പ്രൊജക്റ്റായിട്ട് ചിന്തിക്കുകയും അത് 2021 ഈ സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് വേണമെന്ന് പറയുകയും അതിൻ്റെ മാനദണ്ഡങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ആ മാനദണ്ഡങ്ങൾ രൂപീകരിക്കുകയും സർവേ നടത്തുകയും ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യുകയും ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനുള്ളിൽ നടന്നു. ഒരുപാട് പദ്ധതികൾ കുടുംബശ്രീയുടെ നേതൃത്വത്തിലൊക്കെ ഒരുപാട് പദ്ധതികൾ നടക്കുന്നു, കുറേ കാര്യങ്ങൾ നടക്കുന്നു. ഈ നടന്നത് മുഴുവൻ ഫുൾ പ്രൂഫ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നൊന്നും നമ്മൾ വിചാരിക്കാൻ പാടില്ല. അങ്ങനെ പറയുന്നത്, അങ്ങനെ ഇപ്പോൾ സർക്കാർ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് തെറ്റുമാണ്. ഫുൾ പ്രൂഫാണ് എന്ന് അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് തെറ്റുമാണ്. എന്നാൽ പോലും ഈ 5 വർഷം കൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും ചെയ്യാൻ സാധിച്ചു എന്നൊരു ഗവൺമെൻറ് ഒരു ഇലക്ഷന് മുമ്പ് അവർക്കത് പ്രഖ്യാപിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് അവരുടെ ഒരു നേട്ടം തന്നെയാണല്ലോ. ആ നേട്ടം അവർ ഇലക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതിലൊരു തെറ്റും നമ്മൾ കാണേണ്ടതില്ല. കാരണം ഈ രാജ്യം സ്വാതന്ത്ര്യമായതിനു ശേഷം വന്ന എല്ലാ സർക്കാരുകളും അടുത്ത ഇലക്ഷൻ വരുമ്പോഴത്തേക്കും അവരുടെ 5 വർഷത്തെ നേട്ടങ്ങളെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. കഴിഞ്ഞ ഇപ്പോൾ 2011-16 അധികാരത്തിൽ നിന്ന് ഉമ്മൻചാണ്ടി സർക്കാർ ആ സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുന്നതിന് തൊട്ട് മുമ്പ്, ഇലക്ഷൻ വരുന്നതിന് തൊട്ട് മുമ്പ് അവർ പരസ്യത്തിന് ചിലവാക്കിയ പണത്തിൻ്റെ തോത് നോക്കിയാൽ മതി. അത് കുറ്റം പറയല്ല ഞാൻ. അത് സർക്കാർ അതിനൊരു ബജറ്റ് ചെയ്യുന്നുണ്ട്. അവർ ആ പണം ഉപയോഗിച്ചുകൊണ്ട് അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണം. ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്ന് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക ചെയ്യുന്നത്. അതേ പണി തന്നെയാണ് ഈ മറ്റേ പിണറായി വിജയൻ സർക്കാരും ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇത് 2021 മുതൽ തുടങ്ങിയതിന് ശേഷമാണ് 2025 നവംബർ 1 ഇത് പ്രഖ്യാപിക്കുന്നത്. അല്ലാതെ അതുപോലെ ഇപ്പോൾ ഈ പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതികളെല്ലാം തുടർന്ന് വരുന്നതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രം. അല്ലാതെ എലക്ഷൻ മുമ്പിൽ കണ്ടുകൊണ്ട് പുതിയൊരു സ്കീം പ്രഖ്യാപിക്കുകയല്ല ചെയ്യുന്നത്. ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ 2019 ചെയ്ത പോലെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിൻ്റെ തലേദിവസം 6,000 രൂപ വെച്ച് എല്ലാ കർഷകരുടെയും അക്കൗണ്ടിലേക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞൊരു പൈസ കൊടുത്ത് വോട്ട് വാങ്ങുക എന്ന് പറയുന്നൊരു പരിപാടി അനൗൺസ് ചെയ്യല്ല ചെയ്യുന്നത്. ഇത് തുടർന്ന് വരുന്ന പ്രോജക്റ്റുകളുടെ ഒരു എക്സ്റ്റൻഷൻ പ്രഖ്യാപിക്കുന്നു. 2021 ആരംഭിച്ച ഒരു പ്രോജക്റ്റിൻ്റെ കൾമിനേഷൻ ഞങ്ങളിത് ഇത്ര അച്ചീവ് ചെയ്തു എന്ന് സർക്കാർ പ്രഖ്യാപിക്കുന്നു. അപ്പോഴും സർക്കാർ തന്നെയും പറയേണ്ട ഒരു കാര്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമല്ല എന്ന ബോധ്യത്തോടു കൂടിയാണ് ഞങ്ങളിത് പറയുന്നതെന്ന് അങ്ങനെ കൂടെ പറയാനുള്ളൊരു സത്യസന്ധത സർക്കാർ കാണിക്കണം എന്നുള്ളതേ ഉള്ളൂ. ഇത് പൂർണ്ണമല്ല, പക്ഷേ ഇത് ഞങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ഇത്രയും അച്ചീവ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ 100% എന്ന് പ്രഖ്യാപിക്കുന്നത്. 100% ആക്കി നിലനിർത്തണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഇന്ന് അതിദരിദ്രരില്ലാത്ത മനുഷ്യന്മാർ ചിലപ്പോൾ നാളെ അതിദരിദ്രരായി മാറിയേക്കാം. ആ സിറ്റുവേഷൻ അവിടെയുണ്ട്. അപ്പോൾ അവരെ കൂടെ നമ്മൾ വേറെ നിലയ്ക്ക് അഡ്രസ്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ കുറച്ചും കൂടെ ഒരു സാമൂഹ്യമായ കാഴ്ചപ്പാടോടുകൂടി സൊസൈറ്റിയും രാഷ്ട്രീയ പാർട്ടികളും ഭരിക്കുന്നവർ, ഇത് ഭരിക്കുന്നവരും ഇതിനെ കാണുകയാണെങ്കിൽ ഈ പ്രശ്നമില്ല. അത് കാണാതിരിക്കുമ്പോഴാണ് ഈ കുഴപ്പം. ഇപ്പോൾ ഈ അതിദരിദ്ര റേഷൻ കാർഡുള്ള 5 ലക്ഷത്തി ഏതാണ്ട് 6 ലക്ഷത്തോളം 5,94,000 ഒരു കണക്ക് അത്ര റേഷൻ കാർഡുകളുള്ള സംസ്ഥാനമാണ് കേരളം എന്ന് പറഞ്ഞു. അപ്പോൾ ആ പദ്ധതിയും ഈ പദ്ധതിയും തമ്മിൽ ബന്ധമില്ല. 2 ദരിദ്രരും വേറെയാണ് എന്നാണ് ഇപ്പോൾ വരുന്ന
അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ CPIM-ൻ്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ 4 ലക്ഷത്തിലധികം പരമദരിദ്രരുണ്ട്, അവരെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റുമെന്ന് പറയുന്നു. അപ്പം ഇതിൻ്റെയൊക്കെ മാനദണ്ഡം വ്യത്യസ്തമാണ് എന്നുള്ളത് ഒന്നുകൂടി അത് തുറന്ന് അത് ക്ലാരിഫൈ ചെയ്യലും കൂടി സർക്കാരിൻ്റെ ഉത്തരവാദിത്തമല്ലേ? അത് നടന്നിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് സർക്കാർ പറഞ്ഞു. ഇപ്പോൾ 5 ലക്ഷത്തിൽ പരം അന്ത്യോദയ കാർഡുകളുള്ള ആളുകൾ എന്ന് പറഞ്ഞു. നമ്മൾ വേറൊരു കാര്യം ആലോചിക്കണം. ഇതേ പദ്ധതിയിലെ കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്തത് ഏതാണ്ട് 4-5 വർഷം മുമ്പാണ്. അതായത് AAY കാർഡുകൾ കൈവശം വച്ചിരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട് എന്ന റിപ്പോർട്ട് നമ്മുടെ മുമ്പിൽ വന്നിട്ട് എന്താണ് 4-5 വർഷമായിട്ടുള്ളൂ. അപ്പോൾ ടെക്നിക്കലി ഈ കാർഡ് ഉപയോഗിക്കുന്നവരൊക്കെ അതിദരിദ്രരാണെങ്കിൽ 5 വർഷം മുമ്പ് ഈ സർക്കാർ ഉദ്യോഗസ്ഥരും അതിദരിദ്രരായിരുന്നു നമ്മൾ പറയണ്ടേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വസ്തുത. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ 64,000-ൽ പലർക്കും കാർഡുകൾ പോലും ഇല്ല, അദൃശ്യരായ മനുഷ്യർ എന്നാ പറഞ്ഞത്. അതിൽ ആ വ്യവസ്ഥയിൽ സർക്കാർ വച്ചിരുന്ന ഒരു സംഗതി, ഇവരേതെങ്കിലും ഒരു സർക്കാർ ക്ഷേമ പദ്ധതിയുടെ ഭാഗമല്ല, ഇവർക്ക് ഏതെങ്കിലും ഒരു സർക്കാർ ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാർഡുകൾ അവരുടെ കൈവശമില്ല. നമുക്കിപ്പോൾ റേഷൻ കാർഡ് ഉണ്ടെങ്കിലേ നമുക്ക് റേഷൻ വാങ്ങാൻ പറ്റുള്ളൂ. അതുപോലെ ഇപ്പോൾ ആധാർ ഉണ്ടെങ്കിൽ മറ്റേതെങ്കിലും ക്ഷേമ പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്ക് അതിൽ അംഗമാകാൻ പറ്റുള്ളൂ. ആധാർ ഇല്ലാതെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന എന്താ പറയുക ഈ ഇൻഷുറൻസ് സ്കീമുകളുണ്ടല്ലോ, ഇതിലൊന്നും നിങ്ങൾക്ക് അംഗത്വം കിട്ടില്ല. അങ്ങനെ ഇല്ലാത്ത മനുഷ്യന്മാരിവിടെ ഉണ്ട് എന്നുള്ള വസ്തുത ഒരു സർക്കാർ അംഗീകരിക്കുന്നു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമായിട്ട് കാണണം നമ്മൾ. ഒരു സർക്കാരും അത് അംഗീകരിക്കില്ല. ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ വന്നിട്ട് ഇവിടെ ആധാർ കാർഡില്ലാത്ത, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഇത്രയും മനുഷ്യന്മാർ ഈ രാജ്യത്തുണ്ട് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അംഗീകരിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും ഒരു സർക്കാർ വന്നിട്ട് അത് ഞങ്ങൾ അംഗീകരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ അതിനൊരു സ്കീം ഉണ്ടാക്കുകയാണെന്ന് പറയുള്ളൂ. ഇവിടെ അങ്ങനെയല്ലല്ലോ, ഇത്രയും പേരുണ്ട് എന്ന് നമ്മൾ ഓപ്പണായിട്ട് പറയണം. അത് ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ നേട്ടമായിട്ടല്ല ഞാൻ പറയുന്നത്, അത് ഈ സൊസൈറ്റിയുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ കൂടെ പ്രതിഫലനമായിട്ട് വേണം നമ്മളതിനെ കാണാൻ. അല്ലാതെ ഒരു സർക്കാരിൻ്റെ നേട്ടമായിട്ട് മാത്രം നമ്മളതിനെ കാണരുത്. ഈ വിമർശിക്കുന്നവരും അങ്ങനെ തന്നെ അതിനെ കാണണം. ഇതൊരു സർക്കാരിൻ്റെ നേട്ടം മാത്രമല്ല, നമ്മുടെ സൊസൈറ്റി വർഷങ്ങൾ കൊണ്ട് ആർജിച്ച കുറേ നേട്ടങ്ങളുണ്ട്. ആ നേട്ടങ്ങളിലേക്ക് എത്താത്ത മനുഷ്യന്മാർ ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് തിരിച്ചറിയുകയും അവരെ കണ്ടെത്തുകയും അവരെ കുറച്ചും കൂടെ മുമ്പോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. അതിന് സർക്കാർ ഒരു വഴി ഉണ്ടാക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ആ വഴിയെ നമ്മൾ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിന് പകരം നമ്മളിങ്ങനെ മാറി നിന്നിട്ട് എവിടെ ഉണ്ട് കേട്ടോ, അവിടെ ഉണ്ട് കേട്ടോ, ഇതൊന്നും നടന്നിട്ടില്ല കേട്ടോ എന്ന് പറയുന്നത് അതൊരു നല്ല രീതിയായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അതാണ് ഇതിനകത്തുള്ളൊരു ബേസിക് ആയിട്ടുള്ള പ്രശ്നം. ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ ഇന്നലെ പറയുന്നുണ്ട്, ക്രെഡിറ്റൊക്കെ മുഖ്യമന്ത്രി എടുത്തോട്ടെ, പക്ഷേ ഇത് നടപ്പിലായത് നരേന്ദ്രമോദിയുടെ പോളിസികൾ നടപ്പിലാക്കിയത് കൊണ്ടാണ്. അപ്രകാരം തന്നെ കോൺഗ്രസിൻ്റെ ചിലരും ഇത് AK ആൻ്റണി കൊണ്ടുവന്നൊരു പദ്ധതി പ്രകാരമാണ് ഇത് നടക്കുന്നത് എന്ന രൂപത്തിലൊക്കെ ക്രെഡിറ്റ് ഏറ്റെടുക്കാനുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുകയാണ്. ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നതിനർത്ഥം തന്നെ അതിദരിദ്രമുക്തമായി എന്നുള്ള സർക്കാരിൻ്റെ ഈ ഒരു പ്രഖ്യാപനം അത് അംഗീകരിക്കുന്നതെന്ന് തന്നെയാണ്. അങ്ങനെ ഒരു വശം അതിനുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു ക്രെഡിറ്റ് തർക്കം അത് എല്ലാ പദ്ധതികളെ സംബന്ധിച്ചും ആ ക്രെഡിറ്റ് തർക്കം ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ക്ഷേമ പെൻഷൻ കൂട്ടിയെ സംബന്ധിച്ചുള്ള ക്രെഡിറ്റ് തർക്കം നമ്മളിങ്ങനെ കുറേ കേൾക്കുന്നുണ്ട്. ഈ ഇപ്പോൾ പറഞ്ഞ അതിദരിദ്രരെ ഇല്ലാതാക്കലിനെ കുറിച്ചുള്ള ക്രെഡിറ്റ് തർക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഈ ആദ്യം പറഞ്ഞ വിഭാഗമുണ്ടല്ലോ, അത് രാജീവ് ചന്ദ്രശേഖർ പറയുന്ന നരേന്ദ്രമോദിയുടെ പദ്ധതികൾ കൊണ്ടാണ് ഇത് നടപ്പാകുന്നത് എന്ന് പറയുന്ന ആ ക്രെഡിറ്റ് ഏറ്റെടുക്കലുണ്ടല്ലോ, അതിലൊരു എന്താ പറയുക 0% പോലും വസ്തുതയില്ലാത്തൊരു കാര്യമാണത്. 0% പോലും വസ്തുതയില്ലാത്തൊരു കാര്യമാണത്. കാരണം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അർഹമായ ആനുകൂല്യം പോലും നൽകരുത് എന്ന് നിശ്ചയിച്ച് ഭരിക്കുന്ന ഒരു സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. നമ്മൾ ഒറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില എത്രയാണിപ്പോൾ, അതിൽ എത്ര ആനുകൂല്യം ജനങ്ങൾക്ക് ഈ സർക്കാർ കൊടുക്കുന്നുണ്ടെന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഇതിൻ്റെ വില മാർക്കറ്റ് ലിങ്ക്ഡ് ആക്കുമ്പോൾ, അതായത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും മണ്ണെണ്ണയുടെയും മറ്റ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും വില മാർക്കറ്റ് ലിങ്ക്ഡ് ആക്കുമ്പോൾ നമ്മളോട് പറഞ്ഞതെന്ന് വെച്ചാൽ മാർക്കറ്റിൽ കൂടുന്നതിനനുസരിച്ച് കൂടും, കുറയുന്നതിനനുസരിച്ച് കുറയും എന്നാണ്. അതിനനുസരിച്ചുള്ള ആനുകൂല്യം ഈ ജനങ്ങൾക്ക് ഈ സർക്കാർ കൊടുത്തോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി നമുക്ക് മനസ്സിലാക്കാൻ. പിന്നെ ആ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്ന ആളുകൾ കേരളത്തിൽ 64,006 പേര് മാത്രമല്ലല്ലോ ഇന്ത്യ മഹാരാജ്യത്ത് അതിദരിദ്രരായിട്ടുള്ളത്. നമ്മൾ ജമ്മു കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എടുത്തു കഴിഞ്ഞാൽ ഈ സംസ്ഥാനങ്ങളിലൊക്കെ അതിദരിദ്രരായിട്ട് എത്ര പേരുണ്ട് എന്നുള്ളതിൻ്റെ പ്രാഥമികമായൊരു കണക്കെടുപ്പ് പോലും നടത്താത്ത ഒരു ഗവൺമെൻറ്റാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി BPL ആയിരിക്കുന്ന മനുഷ്യന്മാരെ തന്നെ മാനദണ്ഡങ്ങൾ മാറ്റിക്കൊണ്ട്
BPL പട്ടികയ്ക്ക് പുറത്ത് തള്ളാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് രാജ്യം ഭരിച്ചത്. അപ്പോൾ അവരുടെ അവകാശവാദത്തിൽ ഒരു കഥയുമില്ല, ഒരു കഴമ്പുമില്ല. AK ആൻ്റണിയുടെ അവകാശവാദം എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മമായിട്ട് ഇങ്ങനെ കണ്ടെത്തി ഇങ്ങനെ ഒരു സ്കീം ഉണ്ടാക്കുക എന്നുള്ളൊരു പണി UDF സർക്കാരിൻ്റെ കാലത്തോ AK ആൻ്റണി സർക്കാരിൻ്റെ കാലത്തോ നടന്നിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ഈ സർക്കാരുകൾക്കെല്ലാം ഇതിലൊരു നേട്ടം അവകാശപ്പെടാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ സൊസൈറ്റിയിലുണ്ടാക്കിയ ഈ മാറ്റം, നമ്മുടെ സൊസൈറ്റി കൈവരിച്ച നേട്ടം, അതിപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ആരോഗ്യ മേഖലയിലാണെങ്കിലും അതുപോലെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രീംലൈൻ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന നേട്ടം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മാത്രം ഉണ്ടായ നേട്ടമല്ല. മാറി മാറി വന്ന സർക്കാരുകൾ അവരുടേതായ കോൺട്രിബ്യൂഷൻ ഈ രംഗത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഏറെയും കുറഞ്ഞും നിൽക്കും. പക്ഷേ ആ ഒരു സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്ന കാഴ്ചപ്പാട് ഈ സർക്കാർ മാറി മാറി വന്ന സർക്കാരുകളുടെ കാലത്തൊക്കെ തുടർന്നു പോന്നിട്ടുണ്ട്. അത് ചില കാലത്ത് ചിലപ്പോൾ മുടങ്ങിപ്പോയിട്ടുണ്ടാവും. പക്ഷേ എന്നാൽ ആ സ്കീം അവിടെ ഉണ്ടായിരുന്നു. മുടങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ആ സ്കീം നിർത്തിയിട്ടില്ല, നമ്മൾ തുടർന്നു പോവുക ചെയ്തത്. അപ്പോൾ അങ്ങനെ ആ സ്കീമിൻ്റെ തുടർച്ചയിലാണ് നമ്മൾ ഇവരെക്കുറിച്ച് കൺസേൺഡ് ആവുന്നത്. ഇങ്ങനെ അതിദരിദ്രരായവർ ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ കൺസേൺഡ് ആവുന്നത് നമ്മൾ ഈ ആർജിച്ച നേട്ടങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കൺസേൺ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് വേണമെങ്കിൽ അവർക്കും അവകാശപ്പെടാവുന്നതാണ്. പക്ഷേ ഇത്ര സൂക്ഷ്മമായിട്ട് ഇത് സർവേ നടത്തി കണ്ടെത്തി അതിനെ പരിഹരിക്കണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിച്ചതിൻ്റെ ക്രെഡിറ്റ് പക്ഷേ ഇവർക്കേ അവകാശപ്പെടാൻ പറ്റുള്ളൂ. അതാണ് അതിനകത്ത് മാറ്റം. അപ്പം മൊത്തത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ സാക്ഷരത പ്രഖ്യാപിച്ചതുപോലെ, നമ്മൾ വെളിയുടെ വിസർജ്യമുക്ത സംസ്ഥാനമെന്ന് പ്രഖ്യാപിച്ചതുപോലുള്ള ഒരു പ്രധാന നേട്ടമായി അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്നുള്ളൊരു നേട്ടം നമുക്ക് നിലനിൽക്കും തന്നെ പറയാം. നിശ്ചയമായിട്ടും പറയാം. മാത്രമല്ല ഇതിങ്ങനെ പ്രഖ്യാപിച്ചു എന്നുള്ളതുകൊണ്ട് ഈ പണി ഇവിടെ തീരുന്നില്ല എന്നുള്ളിടത്താണ് പ്രശ്നം. ഇത് പ്രഖ്യാപിക്കുന്നതിൻ്റെ കാര്യം തന്നെ അതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതിങ്ങനെ പ്രഖ്യാപിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി അതീവ ദാരിദ്ര്യത്തിൽ കഴിയുന്ന മനുഷ്യർ നമ്മളുടെ ഇടയിലുണ്ട് എങ്കിൽ അവരെ അതിൽ നിന്ന് മോചിപ്പിക്കുക, അതിൽ നിന്ന് മാറ്റുക, അവരുടെ സാമൂഹ്യ നിലവാരം മാറ്റുക. സാമ്പത്തിക നിലവാരം അല്ല കേട്ടോ ഞാൻ പറയുന്നത്. സാമ്പത്തിക നിലവാരം ഓഫ് കോഴ്സ് മാറണം. അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് കൂടി മാറ്റുക എന്നുള്ള പണി അത് പ്രയോറിറ്റി ആയിട്ട് വരണം. അത് എല്ലാവരുടെയും ഉത്തരവാദിത്തമായിട്ട് മാറുക എന്നുള്ളൊരു പണിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ഓർക്കുക എന്നുള്ളതാണ് സത്യം പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. കേരളം, നമ്മുടെ കേരളപ്പിറവി ദിനമാണ് നവംബർ 1 നാളെ. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കേരളം അതിദരിദ്ര മുക്തമാകാൻ പോകുന്നു എന്ന പ്രഖ്യാപനം തീർച്ചയായും സന്തോഷം അർഹിക്കുന്ന നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന, ഏതൊരു മലയാളിക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതിന് പിറകിലുള്ള ചർച്ചകളൊക്കെ അത് ഏത് പദ്ധതിക്ക് പിറകിലും വരുന്ന ചർച്ചകളായി തന്നെ കണ്ടാൽ മതി. നമ്മൾ സമ്പൂർണ്ണ സാക്ഷര സംസ്ഥാനമായി മാറിയതുപോലെ നമ്മുടെ സംസ്ഥാനം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറുന്നു രാജ്യത്ത് ആദ്യമായി. ആ ഒരു സന്തോഷത്തിൽ തന്നെ മലയാളികൾക്ക് പുതിയ കേരളപ്പിറവി ദിനത്തെ വരവേൽക്കാം. ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.